എല്ലാ കൂട്ടുകാർക്കും ഡോൺ വിഷ്വൽ ഗ്രൂപ്പിന്റെ ചുണ്ടുക്കുറുക്കൻ എന്ന കാർട്ടൂൺ ഫിലിമിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാം ചുണ്ടുക്കുറുക്കൻ കാണാൻ റെഡിയായല്ലോ അല്ലേ? ചുണ്ടുക്കുറുക്കൻ മഹാബുദ്ധിമാനും സൂത്രശാലിയുമാണ് കേട്ടോ. മാത്രമല്ല അവനൊരു കൊടും ചതിയനുമാണ്. കാട്ടിലെ കൊച്ചു മൃഗങ്ങളെയെല്ലാം അവൻ സൂത്രത്തിൽ കെണിയിൽ വീഴ്ത്തി കൊന്നു തിന്നും. കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചുണ്ടുവിന്റെ ചതി മനസ്സിലായി തുടങ്ങി. പക്ഷെ ചുണ്ടുവിനുണ്ടോ കുലുക്കം? അവൻ മഹാബുദ്ധിശാലിയല്ലേ. അവൻ പുതിയ തന്ത്രം കണ്ടുപിടിച്ചു. സ്നേഹം നടിച്ച് കൂട്ടുകൂടി ചതിയിൽപ്പെടുത്തുക എന്നതായിരുന്നു അവന്റെ പുതിയ തന്ത്രം. എന്താ, ചുണ്ടുവിന്റെ തന്ത്രങ്ങൾ കാണാൻ കൂട്ടുകാർക്ക് തിടുക്കമായോ? ശരി, ചതിയനും വഞ്ചകരുമായ ചുണ്ടുവിന് അവസാനം എന്തു സംഭവിച്ചു എന്ന് കണ്ടോളൂ. ചതിയും വഞ്ചനയും വലിയ പാപമാണെന്ന് ചുണ്ടുവിന്റെ കഥ കണ്ടു കഴിയുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും. നമ്മൾ ആരും തന്നെ മറ്റുള്ളവരെ വഞ്ചിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല, അല്ലേ കൂട്ടുകാരെ? അമ്മേ, ഹാവൂ, ഇനിയും സഹിക്കാ വയ്യേ. ഒരു ഈച്ചയെ പോലും കാണുന്നില്ലല്ലോ ഈശ്വര. ഹാവൂ, വിശന്നിട്ട് കുടലു കരിയുന്നേ. വനവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ചമ്പൽക്കാട് റിലേ. വനവാണി വാർത്തകൾ വായിക്കുന്നത് മുയലമ്മ. വനഭൂമി കയ്യേറ്റം ഈ നിലയിൽ തുടർന്നാൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം അവരുടെ പാട്ടിന് പോവേണ്ടി വരുമെന്ന് ഓൾ ജംഗിൾ മങ്കീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. നാട്ടിലെങ്ങും പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നതുമൂലം ആയിരക്കണക്കിന് കോഴികൾ ചത്തൊടുങ്ങി. ചത്ത കോഴി ആർക്ക് വേണം? ഗതി കെട്ടാൽ പുലി ഒരുപക്ഷെ പുല്ലു തിന്നുമായിരിക്കും. പക്ഷെ അന്തസ്സും അഭിമാനമുള്ള ഒരു കുറുക്കന് അത് ചേരുമോ? ഇതേതാ മാസം? ഓ, ഈ മാസം ചത്ത കോഴിയെയും കഴിക്കാമെന്നാണല്ലോ. കഷ്ടം. മുഖ്യമന്ത്രിയുടെ മർക്കടമുഷ്ടി കൊണ്ടാണ് സ്മാർട്ട് ഫോറസ്റ്റ് യാഥാർത്ഥ്യമാവാത്തതെന്ന് പ്രതിപക്ഷ നേതാവ്. തുരങ്കം വെക്കുന്ന പാരമ്പര്യം തനിക്കല്ല പെരുച്ചാഴികൾക്കാണെന്ന് മുഖ്യമന്ത്രി. അയ്യോ, വില കുറഞ്ഞ രാഷ്ട്രീയം. അല്ല, ഈ ചത്ത കോഴികളെ ഒഴിവാക്കിയ സ്ഥലം എവിടെയാണെന്നൊന്നും പത്രത്തിൽ കാണുന്നില്ലല്ലോ. ഈച്ചയെങ്കിൽ ഈച്ച, ഗതി കെട്ടാൽ കുറുക്കന് ഈച്ചയെയും തിന്നാമെന്ന് കാട്ടുകവി കവിതമാരൻ പറഞ്ഞത് എത്ര ശരിയാ. ചുണ്ടുവിനോടാ കളി. അമ്പേ, എന്റെ കാര്യം പോകാ. വേണ്ട, കളിക്കരുത്. വിവരവും വിദ്യാഭ്യാസം ഉണ്ടായിട്ടെന്ത് കാര്യം? അനുസരണ ഇല്ലാത്ത വർഗം. എന്റെ ഒടേ തമ്പുരാനെ, എന്റെ മൂക്കിന്റെ കാര്യം പോക്കാ. കുട്ടാ കുട്ടാ